കുപ്രസിദ്ധ ഗുണ്ട സാജൻ കൊലക്കേസിൽ 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂലമറ്റം സ്വദേശികളാണ് അറസ്റ്റിലായവർ. പ്രതികൾ നിഷ്ഠൂരമായാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. മൂലമറ്റം സ്വദേശികളായ പൊരിയത്ത് പറമ്പിൽ അഖിൽ രാജു, വട്ടമലയിൽ രാഹുൽ വിജയ്, പുത്തൻപുരയ്ക്കൽ അശ്വിൻ കണ്ണൻ, ആതുപ്പള്ളിയിൽ ഷാരോൺ ബേബി, അരീപ്ലാക്കൽ ഷിജു ജോൺസൺ, കാവനാൽപുരയിടത്തിൽ പ്രിൻസ് രാജേഷ്, പുഴങ്കരയിൽ മനോജ് രമണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതിയായ അറക്കുളം സ്വദേശി വിഷ്ണു ജയനെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആകെ 8 പ്രതികൾ ഉള്ളതിൽ 2 പേർ ഒളിവിലാണ്. വിഷ്ണു ജയൻ കാപ്പ ചുമത്തപ്പെട്ട ആളാണ്. പാലാ ഡിവൈഎസ്പിയുടെയും കാഞ്ഞാർ പോലീസിന്റെയും നേതൃത്വത്തിൽ മൂലമറ്റത്തും ഇരുമാപ്രയിലും പ്രതികളെ എത്തിച്ച തെളിവെടുപ്പും നടത്തി. പ്രതികൾ മരിച്ച സാജനെ നിഷ്ഠൂരമായിട്ടാണ് കൊല ചെയ്തത്. അറസ്റ്റിലായ പ്രതികളുമായി സാജൻ നിരവധി തവണ ഏറ്റുമുട്ടിയിരുന്നു. സാജൻ ജീവിച്ചിരുന്നാൽ അത് തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പ്രതികൾ കരുതി. വായിൽ തുണി തിരുകി കമ്പിക്ക് തലക്കടിച്ചും ശരീരം മുഴുവൻ പരിക്കേൽപ്പിച്ചുമാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ സമ്മതിച്ചു. പ്രതികൾ നിരവധി കഞ്ചാവ് കേസുകളിലും മോഷണ കേസുകളിലും മറ്റും പ്രതികളാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലവും പ്രതികളുടെ വളർച്ചയ്ക്ക് കാരണമായി. കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ. എരുമാപ്ര CSI ദേവാലയത്തിന്റെ പെയിന്റിങ്ങിന് പോയതുമായി ബന്ധപ്പെട്ടാണ് സാജനും പ്രതികളും തമ്മിൽ ബന്ധമുണ്ടാകുന്നത്. പെയിന്റിംഗ് ജോലിക്ക് ചെന്ന യുവാക്കൾക്ക് അവിടെ താമസിക്കാൻ ഷട്ടർ ഇട്ട മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവിടെ വെച്ച് യുവാക്കളും കൊല്ലപ്പെട്ട സാജനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും സാജനെ വായിൽ തുണി തിരുകി കമ്പിവടിക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ശേഷം മൃതദേഹം പായയിൽ പൊതിഞ്ഞ മുട്ടം സ്വദേശിയുടെ ഓട്ടോറിക്ഷയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കുംകൂപ്പിൽ ഉപേക്ഷിച്ചു. കാഞ്ഞാർ SHO ശ്യാംകുമാർ KS, SI ബൈജു P ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ സാധിച്ചത്. രാത്രി വൈകി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.